600 ഗ്രാം തൂക്കമുള്ള ഒരു ചൂര ആയിരുന്നു. അത് ഞാൻ തലയും വാലും തൊലിയും എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഷ്ണമാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് അമ്മമാർ കറി വെച്ചിരുന്നത് പോലെ തന്നെ മുളക് ചേർത്ത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇത്രയും മുളക് പൊടി എന്ന് വെച്ചാൽ ഒരു 3 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരച്ചത്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരി എടുത്തിട്ടുള്ളൂ ഉലുവ. കാരണം നമ്മളല്ലാതെ തന്നെ ഇതിനകത്ത് ഉലുവ ചേർക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു ചട്ടി അടുപ്പേ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇടുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇത്രയും ഉലുവായും കൂടെ ചേർക്കുന്നുണ്ട്. അത് ഒരു സ്പെഷ്യലാണ് ഇതിനകത്ത്. അതിൻ്റെ കൂടെ നമ്മൾ 2-3 മുളക് ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഇടുകയാണ്. ഒരല്പം മുളക് പൊടി ഞാൻ മാറ്റി വെച്ചു. ഒരു പക്ഷേ എരി കൂടിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് എരി പോരാ എന്നുണ്ടെങ്കിൽ അവസാനം ചേർക്കാം. ഇത്രയും മുളക് പൊടിയാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. അത് വേണമെങ്കിൽ അവസാനം ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഭക്ഷണങ്ങൾ വേവാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് ഉപ്പ് ചേർക്കണം, പുളി ചേർക്കണം. ഇത് രണ്ടും കൂടെ ചേർത്ത് ഒന്ന് തിളയ്ക്കട്ടെ. ഞാനൊരു 3 കഷ്ണം പുളിയാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങളിടാം. പുളിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് പറ്റുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മീൻ കറി ഏതാണ്ട് പാകമായിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് തീ ഓഫാക്കാൻ പോവുകയാണ്. പാകത്തിനുള്ള കുറുകൊക്കെ ആയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ചട്ടി ചുറ്റിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഇടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് ഇതങ്ങ് തീ ഓഫാക്കാം. ചൂരക്കറി പറ്റി റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഈ കറിയുടെ മണം ദൂരെ നിൽക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാകും ഇത് എത്രമാത്രം നല്ല രുചിയുള്ള കറിയാണെന്ന്. കപ്പ വേവിച്ചതും ചൂരക്കറിയും ഉണ്ട്. ഇന്നിനി ആർക്കും ചോറ് വേണ്ടെന്ന് തോന്നുന്നു ഇവിടെ. എന്തായാലും എല്ലാവരും ഇത് ചെയ്തു നോക്കണം. ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ.